പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. അടുത്ത ദിവസം ഹർജി പരിഗണിക്കും. സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നത്. സമീർ, നേരത്തെ കുറ്റസമ്മത മൊഴി നൽകാനിരുന്ന ചെന്താമര അതിൽ നിന്ന് പിന്മാറുന്നു, ഇന്നിപ്പോൾ ജാമ്യം നൽകുന്നു. എന്തായാലും അഭിഭാഷകൻ ജേക്കബ് മാത്യു നല്ല കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ചെന്താമരയ്ക്ക്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുറ്റസമ്മത മൊഴിയിൽ നിന്നും ഈ ചെന്താമര പിന്മാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത നടപടിയിലേക്ക് പ്രതിഭാഗം അഭിഭാഷകൻ കടന്നിരിക്കുന്നത്. നിലവിൽ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ചെന്താമര ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അഭിഭാഷകൻ ഈ ജേക്കബ് മാത്യു മുഖേനയാണ് ഈ ചെന്താമര ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനാണ് നിലവിൽ കോടതിയുടെ തീരുമാനം. നിലവിൽ ഈ കേസുമായി അല്ലെങ്കിൽ റിമാൻഡിലായ ഈ ചെന്താമര നിലവിൽ വിയൂർ ജയിലിൽ കഴിയുകയാണ്. ഇക്കഴിഞ്ഞ ജനുവരി 27-ാം തീയതിയാണ് ഈ വ്യക്തിവൈരാഗ്യം മൂലം അയൽവാസിയായ സുധാകരൻ, അതോടൊപ്പം തന്നെ ഈ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2019-ൽ ഈ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു ഈ ക്രൂരമായ കൊലപാതകം ഈ പ്രതി നടത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ കേസിൽ ചെന്താമരക്ക് നൽകിയ ജാമ്യം ഈ പാലക്കാട് കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സമീപത്ത് നടന്നിരിക്കുന്ന ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ചെന്താമര അഭിഭാഷകനും കടന്നിരിക്കുന്നത്. ഹാഷ്മി, സമീർ ബിൻ കരീമാണ് വാർത്തകൾ ചേർന്ന് ഈ ചെന്താമരയുടെ ഈ കൊലപ്പട്ടികയിൽ ഇനിയും ആളുകൾ ബാക്കിയാണ്. പുഷ്പ അടക്കം കൊല്ലാൻ കഴിയാത്ത വലിയ വേദനയുണ്ട്, വലിയ സങ്കടമുണ്ടെന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞതാണ്. അതൊക്കെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസ്ഥയിൽ കോടതിയിൽ പോലീസിന് ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.